നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള രേണു സുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇപ്പോഴിതാ ഈ വാർത്തകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഒരു വസ്തുത എന്താണ് എന്നത് തന്നെ പുറത്തേക്ക് വരുന്നു. രേണു തന്നെ ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ അത് പറഞ്ഞു പരത്തിയ ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്ന തരത്തിലാണ് രേണു കാര്യങ്ങൾ പറയുന്നത്. തനിക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും തന്നെ പറയാനില്ല എന്ന തരത്തിലൊരു പ്രതികരണം നൽകിക്കൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനൊരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാതെ രേണു മാറിയിരിക്കുകയാണ്. എന്തായാലും വളരെ വേഗത്തിലാണ് രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുള്ള വാർത്ത പ്രചരിച്ചത്. വാർത്തയുടെ വസ്തുത എന്തെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും മുമ്പ് തന്നെ അത് കാട്ടുതീ പോലെ പടർന്നു എന്നുള്ളതാണ് വസ്തുത. രേണുവിനെ പ്രധാനമായിട്ടും പലപ്പോഴും വിമർശിച്ച് രംഗത്തെത്തുന്ന ഷെഫീന ബീവിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തരത്തിൽ രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വരുന്നത്. ഇതിനുശേഷം ഇത് വീണ്ടും വലിയ രീതിയിൽ വൈറലായി. രേണു സുധിക്ക് സ്ഥാനാർബുദം കണ്ടെത്തി എന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. രോഗാവസ്ഥയുടെ 2ാം ഘട്ടമാണ് രേണുവിന്. ദുബായിലെ വച്ചാണ് ഇതിൻ്റെ ഒരു സ്ക്രീനിങ് നടന്നത്. രേണു സുധി ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് രേണു സുധി ദുബായിൽ പോകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു അഭ്യൂഹം പുറത്തു വന്നപ്പോൾ ജനങ്ങൾ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതിൻ്റെ പേരിൽ ഇപ്പോൾ രേണു സുധി വീണ്ടും രംഗത്തേക്ക് വരികയാണ്. വിമർശകരോട് നേരിട്ട് മറുപടി പറയാതെ ചില അവിടെയും ഇവിടെയും തൊടാത്ത മറുപടി തന്നെയാണ് രേണു നൽകുന്നത്. ദുബായിൽ സ്വർണ്ണക്കടത്താണ് അവരുടെ തൊഴിൽ എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രേണു ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് പണം സ്വരൂപിച്ച് തൻ്റെ ചികിത്സ നടത്താനാണ് എന്നുള്ള അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ശക്തമായത്. ഇതിനൊക്കെ ഒരു മറുപടി അതിന് രേണു തന്നെ രംഗത്ത് വരേണ്ടതുണ്ട്. പക്ഷേ രേണു വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. രേണു, നിനക്ക് ഇത്തരത്തിലൊരു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം രേണുവിന് നൽകാവുന്ന മറുപടി അങ്ങനെയൊന്നുമില്ല, നടക്കുന്നത് കള്ളപ്രചാരണമാണ് എന്നുള്ളതാണ്. പക്ഷേ രേണു ഇവിടെ പറയുന്നത് അതിന് പകരം എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് ജനങ്ങളോട് പറയും, അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവിടെയും ഇവിടെയും തൊടാത്ത മറുപടികൾ നൽകിക്കൊണ്ട് രേണുവും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും രേണു സുധിക്ക് ക്യാൻസർ ആണെന്ന പ്രചാരണം അതിൻ്റെ എല്ലാം പരിധികൾ മറികടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിഷയങ്ങളിലൊക്കെ പലപ്പോഴും മറുപടി പറഞ്ഞ് വരുന്ന, തനിക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞു വരുന്ന രേണു ഇപ്പോൾ ഇവിടെ ഓൺലൈൻ ചാനലിലൂടെ തന്നെ ഈ ഒരു ക്യാൻസർ വിവാദത്തിലും ചില മറുപടികൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുറത്തുവിടുന്നവർ വേറെ ആരോപണങ്ങൾ ഇതിനു മുമ്പും സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണെന്നും മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ പേരിൽ തന്നെ വേണ്ടാത്ത കഥകൾ ഉണ്ടാക്കുന്നു എന്നും ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്നൊക്കെയാണ് രേണു പറയുന്നത്. എൻ്റെ വായിൽ നിന്നും കേൾക്കാനാണ് പലരും കാത്തിരിക്കുന്നതെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുടെ, എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനത് പറയും. ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും നോക്കിക്കാണുന്നത്. ഒരു പനി വന്നാൽ തലകറങ്ങി താഴെ കിടക്കുന്നവരാണുള്ളത്. ഞാൻ ഹാപ്പി അല്ലേ? ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ദുഷ്ടചിന്തകൾ വിടുക, പ്രാർത്ഥനയോടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു രേണുവിൻ്റെ പ്രതികരണം. സ്റ്റേജ് കലാകാരനായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന രേണു സുധി. സുധിയുടെ മരണശേഷമാണ് രേണു എന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങൾ വഴി മലയാളികൾ പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കുന്നത്. സുധിയുടേത് ഒരു അപകട മരണമാണ്. മൂത്ത മകൻ കിച്ചുവും ഭാര്യ രേണുവും ഇളയ മകൻ ഋതുലും ചേർന്ന കുടുംബത്തിലെ ഏകനാഥനായിരുന്നു സുധി. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ആശ്രയം നിലച്ച കുടുംബത്തിൽ നിന്നും തനിക്കറിയാവുന്ന പരിപാടികളുമായി രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഭർത്താവ് മരിച്ച് ഒരു വർഷമാകും മുമ്പ് തന്നെ ഇങ്ങനെ കൂസലില്ലാതെ നടക്കാൻ എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ചോദിച്ച വിമർശനങ്ങൾ വന്നു. ഷോർട്ട് ഫിലിമുകൾ, ആൽബങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും രേണു ബിസിയായി തുടങ്ങി. ചിലതിൽ ഗ്ലാമർ ഘടകങ്ങൾ കടന്നു വന്നതോടുകൂടെയാണ് ഒരു വിധവ ഇങ്ങനെയൊക്കെ ആകാമോ എന്നുള്ള പക്ഷത്തു നിന്ന് വലിയ വിമർശനങ്ങൾ രേണുവിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഇതിനു പുറമെ സുധിയുടെ മകൻ കിച്ചുവും അവൻ്റെ അമ്മയായി അവർക്കിടയിലേക്ക് കടന്നു വന്ന സുധിയുടെ ഭാര്യ രേണുവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് ഇടം പിടിച്ചിരുന്നു. ഇന്ന് തൻ്റെ പേരിൽ ഒരു ഹാഷ്ടാഗ് ഇട്ടാൽ മാത്രം മതി പലർക്കും വരുമാനം ഉണ്ടാകും എന്നൊരു അഹങ്കാരം കൂടെ രേണുവിന് വന്നു എന്നുള്ളത് സത്യമാണ്.
അതേസമയം സുധി എന്നുള്ള ഒരു പേരിലൂടെയാണ് ഭാര്യയായിട്ടുള്ള രേണുവും മകനായിട്ടുള്ള കിച്ചുവും സോഷ്യൽ മീഡിയയിൽ അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നതും ഇത്രമാത്രം വൈറൽ കണ്ടന്റുകളായി ഈ രണ്ടു പേരുകൾ മാറിയതും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ രണ്ടു പേർക്കും ബാധിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. സുധി മരിച്ച ഒരു വർഷമാകുന്നതിന് മുമ്പ് സൈബർ ഇടത്തിൽ ഇങ്ങനെ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് രേണു സുധിക്കെതിരെ നെഗറ്റീവ് പബ്ലിസിറ്റിയും കിച്ചുവിന് പോസിറ്റീവ് പബ്ലിസിറ്റിയുമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. രേണുവിനെതിരെ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കിച്ചു അത് വളരെ മെച്ചുവേർഡായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കിച്ചുവിനെ ജനങ്ങൾ ഏറ്റെടുത്തത്. ഒരുപാട് സ്നേഹം ഇന്ന് കിച്ചുവിന് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അമ്മയുടെ ഇഷ്ടമാണ്, അവർ ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ വിവാദങ്ങളിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറിയ ഒരാളാണ് കിച്ചു. പക്ഷേ കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് ഈ പറയുന്നത് പോലെ ആദ്യം വിനയം, പിന്നീട് ഓക്കെ അത് കഴിഞ്ഞ് അഹങ്കാരത്തിലേക്ക് എത്തിയ രേണുവിൻ്റെ മാറ്റം കണ്ട കിച്ചു ആ ബോംബ് പൊട്ടിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. രേണു സുധി നമ്മൾ ഈ കണ്ട ആളൊന്നുമല്ല എന്ന തരത്തിലായിരുന്നു കിച്ചുവിൻ്റെ വാക്കുകൾ. ഇതോടുകൂടെ രേണുവിനെതിരെ വീണ്ടും സൈബർ ആക്രമണങ്ങൾ വലിയ രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. രേണുവിനെതിരെ കിച്ചു പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അയാൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: 2004 താൻ ജനിക്കുന്നത്. സ്വന്തം അമ്മയുടെ പേര് ശാലിനി. അച്ഛനും അമ്മയും തമ്മിൽ അടിയായിരുന്നു. ഇതാണ് എപ്പോഴും എൻ്റെ ഓർമ്മ. എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ വേറൊരാളോടൊപ്പം പോകുന്നത്. 2-3 വയസ്സായപ്പോൾ കൊല്ലത്തേക്ക് വന്നു. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. വീണ എന്നായിരുന്നു അവരുടെ പേര്. അതോടെ അച്ഛനുമായി കോണ്ടാക്റ്റ് ഇല്ലാതായി. അവരുടെ വീട്ടിലായിരുന്നു. പക്ഷേ അവിടെയൊന്നും പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ കാണുന്ന അമ്മയുണ്ടല്ലോ, രേണു സുധി, ആ അമ്മയെ ആദ്യമായി കാണുന്നത് ഒരു വീഡിയോ കോളിലൂടെയാണ്. ആ സമയത്ത് അമ്മയുമായി നല്ല കമ്പനിയായി. ആ സമയത്ത് സൂപ്പറായിരുന്നു അമ്മ. ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ കല്യാണം കഴിച്ചോട്ടെ, എന്താ നിൻ്റെ അഭിപ്രായമെന്ന്. അച്ഛന് ഇഷ്ടമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിനിടെ വീണയുമായി ഡിവോഴ്സായി. ആദ്യം അച്ഛനും രേണു അമ്മയും ഞാനും കൊല്ലത്ത്. അവിടെ വച്ച് ചില വഴക്കുണ്ടായപ്പോൾ കോട്ടയത്തേക്ക് പോയി. ആദ്യം ഭയങ്കര ഫ്രീഡമായിരുന്നു. പതിയെ എല്ലാവരുടെയും സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം. ഞാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങി അതിൽ ഗെയിം കളിച്ചൊരു റൂമിനകത്ത് ഇരിക്കുന്നത് പതിവായി. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ കയറി വരും, ഭക്ഷണം തരും, ഇടയ്ക്ക് ഋതപ്പനും വരും. അച്ഛന് നോ പറയാൻ അറിയില്ല. രേണു അമ്മയുടെ അച്ഛൻ, അമ്മ, ചേച്ചി, അളിയൻ, അവരുടെ മക്കൾ, ഇവരുടെയൊക്കെ ചിലവ് നോക്കിയത് അച്ഛനായിരുന്നു എന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അച്ഛനല്ലാതെ മറ്റൊരാളും എന്നോട് എന്നിട്ടും മിണ്ടാറില്ല. കമ്പ്യൂട്ടർ വിറ്റു കഴിഞ്ഞ് ഞാനൊരു വണ്ടി എടുത്തു. പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് കറങ്ങാൻ പോയി. ഇടയ്ക്ക് ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടായതും ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നിനും അടിമപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ താനത് മാറ്റിയെടുത്തു. പക്ഷേ അങ്ങനെ ഒരു കാലം അതുണ്ടായിരുന്നു എന്ന് കിച്ചു പറയുന്നു. ഇടയ്ക്ക് ഷൂട്ടിങ്ങിന് അച്ഛൻ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പതിവായി. അപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് അതൊന്നും പ്രശ്നമായിരുന്നു. എന്തോ ആർക്കും എന്നെ ഇഷ്ടമല്ലാത്തൊരവസ്ഥ. എന്തൊക്കെയോ വിഷമങ്ങളുണ്ടായാലും എനിക്ക് വിളിക്കാൻ അച്ഛനുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, 4 മണിയാകുമ്പോൾ എന്നെ വിളിക്കാൻ വരണം, ഞാൻ ചങ്ങനാശ്ശേരി ഉണ്ടാകും. വെളുപ്പിനെ അമ്മയാണ് എന്നെ വിളിച്ചുണർത്തുന്നത്. അച്ഛൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ അനൂപേട്ടനെയാണ് ആദ്യം വിളിക്കുന്നത്. അച്ഛന് എന്ത് പറ്റി അനൂപേട്ട എന്ന് ചോദിച്ചു. രക്ഷിക്കാൻ പറ്റിയില്ലടാ, സോറി എന്ന് മാത്രമാണ് അനൂപേട്ടൻ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് താൻ അറിഞ്ഞില്ല. കൊല്ലത്ത് കൊണ്ടുപോയി കാണിക്കണമെന്ന് ഞാൻ അനൂപേട്ടനോട് പറഞ്ഞു. ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാത്തിനോടും പേടിയായിരുന്നു. ഒരു ദിവസം രാത്രി കൊല്ലത്തെ വല്യമ്മ വിളിച്ചപ്പോൾ ഞാൻ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. അതുകണ്ട് വല്യമ്മയ്ക്ക് വിഷമമായി. നീ കൊല്ലത്ത് വന്ന് നിൽക്ക്, അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞത്. കൊല്ലത്ത് എനിക്ക് 3 കൂട്ടുകാർ. മഞ്ഞമ്മൽ ബോയ്സിലേതുപോലെ ഒരു കൈ തന്ന് എന്നെ പൊക്കിയെടുത്തത് അവരാണ്. അങ്ങനെയുള്ള ഒരു അതിജീവനമാണ് കിച്ചുവിൻ്റേത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അച്ഛന് പിന്നാലെ രേണുവിനെയും ഇത്തരത്തിലൊരു അസുഖമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ആ ഒരു കുട്ടിയുടെ അവസ്ഥ അത് വളരെ ദയനീയമാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്നും ഈ 2 പേരുകളും, രേണു സുധി, കിച്ചു, ഈ 3 പേരുകളും പ്രധാനമായിട്ടും ചർച്ചകളായിക്കൊണ്ടേയിരിക്കുകയാണ്.